Good afternoon. Good afternoon. Good afternoon, ma'am. Okay. Prayer പറഞ്ഞോ കേട്ടോ. Prayer പറഞ്ഞോ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോ കേട്ടോ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല മാം. കേൾക്കാൻ പറ്റുന്നില്ലേ? മാം പറയുന്നത് കേൾക്കുന്നുണ്ട്. പ്രയർ ആരെങ്കിലും പാടുന്നുണ്ടോന്ന് കേൾക്കാൻ പറ്റുന്നില്ല. ഓക്കേടാ. ആരെങ്കിലും പ്രയർ പ്രിപ്പയർഡ് ആണെങ്കിൽ പറഞ്ഞോ കേട്ടോ. ടൈം. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. വൈഷ്ണവി പ്രയർ പറയണ്ടോ? വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ പാടാൻ മിസ്. ഓക്കേടാ. പ്രയർ മാത്രം മതി. പറഞ്ഞോ കേട്ടോ. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഈ കലാലയം നമുക്ക് നിത്യവും വസിച്ചിടാം. എത്രയും നിത്യമായി സുഗേഹമായി തീരണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. സ്നേഹരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ഓക്കെ ട്ടാ. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിലെ ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തെന്ന് ഓർമ്മയുണ്ടോ? ഐ തിങ്ക് മൊഡ്യൂൾ 1 പാർട്ട് 3 യൂണിറ്റ് 1 ഡോക്ടർ മരിയ മോണ്ടിസോറി ആണെന്ന് തോന്നുന്നു. ആണോ? അല്ലെങ്കിൽ നീഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ? നീഡ്സ് കംപ്ലീറ്റ് ചെയ്തതേ ഉള്ളൂ മാം. ഓക്കെ, നീഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ അല്ലെ? സോറി. നിങ്ങൾക്കപ്പോ എക്സാം അറിയാലോ, ടേം എക്സാം വരുന്നുണ്ട്. ടേം 1 എക്സാം എന്നാണ്? 15-ാം തീയതി. 15-ാം തീയതി എന്ന് പറയുമ്പോ ഏത് ദിവസമായിട്ട് വരും? വെനസ്ഡേ ആണോ? ചൊവ്വാഴ്ച. ട്യൂസ്ഡേ ആണ്. അപ്പൊ നമ്മൾ ഇനി എക്സാം കഴിഞ്ഞിട്ടായിരിക്കും കാണാനുള്ള ചാൻസസ് അല്ലെ? ഓക്കെ. അപ്പോ നെക്സ്റ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്താലോ നമ്മുടെ ചാപ്റ്റേഴ്സ് ഒക്കെ ഒന്ന്? ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, ഞാൻ എഴുതിയിരുന്നത് ഇവിടെ വരെയും പോർഷൻ കഴിഞ്ഞു എന്നുള്ളത് കേട്ടോ. അപ്പൊ നമ്മള് ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നാണ് ചാപ്റ്ററിന്റെ പേര്, അല്ല യൂണിറ്റിന്റെ പേര് അല്ലെ? നിങ്ങള് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഫസ്റ്റ് പാർട്ട് ഇമ്പോർട്ടന്റ് ആണ്, എന്നാൽ അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഇത് നമ്മുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്ന് പറയുമ്പോൾ തന്നെ മെയിൻ എക്സാം വൈസ് ഞാൻ പറയുകയാണെങ്കിൽ ചൈൽഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു പേപ്പറും സൈക്കോളജി എന്ന് പറയുന്ന വേറൊരു പേപ്പറുമാണ് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത്. അപ്പൊ തന്നെ മനസ്സിലാക്കണം ആ രണ്ട് പേപ്പേഴ്സിന്റെയും ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഏതെന്നാണ്? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്നാണ്. ടീച്ചേഴ്സ് തന്നിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും നല്ല രീതിയിൽ ഒന്ന് റെഫർ ഒക്കെ ചെയ്യാം. ദെൻ പാർട്ട് 1ലേക്ക് വരാണെങ്കിൽ നമ്മൾ പാർട്ട് 1 8 ചാപ്റ്റേഴ്സ് ആണ് ടോട്ടലി ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിൽ ഞാൻ എടുത്ത ചാപ്റ്റർ എന്ന് പറഞ്ഞാല് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ഞാനാണ് എടുത്തത് അല്ലെ? അതെ മാം. ഓക്കെ, ദെൻ ഫസ്റ്റ് ഇയർ എടുത്തിട്ടുണ്ടായിരുന്നു ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ ഇത് കൂടാതെ മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഫുഡ് ന്യൂട്രീഷൻസ് ആൻഡ് ബാലൻസ് ഡയറ്റ്, മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, ഹെൽത്ത് കെയർ ഉണ്ട്. ഇതിനെല്ലാം ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഏകദേശം എല്ലാത്തിൽ നിന്നും ഒരു 2
3 ക്വസ്റ്റ്യൻസ് ആയിരിക്കാം വരാനുള്ള ചാൻസ് കേട്ടോ ഈ ചാപ്റ്റേഴ്സിൽ നിന്ന്. ടീച്ചേഴ്സ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കില്ല. മേ ബി മോഡൽ എക്സാം ആയതുകൊണ്ട് തന്നെ, ടേം എക്സാം ആയതുകൊണ്ട് ചിലപ്പോൾ എക്സ്ട്രാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് റീഡ് ചെയ്താൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആയിരിക്കും ക്വസ്റ്റ്യൻസ്. അപ്പോ നല്ല രീതിയിൽ റീഡ് ചെയ്യുക, ക്വസ്റ്റ്യൻസ് നന്നായിട്ട് റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യാനായിട്ട് നോക്കാം. പിന്നെന്താണ്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ഒക്കെ വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുമ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു തരും. എന്നാലും നല്ല രീതിയിലൊന്ന് റീഡൊക്കെ ചെയ്യുക. മോക്ക് ടെസ്റ്റ് ഒക്കെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കോമൺ ചൈൽഡ് ഡിസീസിൽ എന്തെങ്കിലും ചാപ്റ്ററിൽ വല്ല ഡൗട്ട് ഉണ്ടോ? എന്റെ ചാപ്റ്ററിൽ അതിന്റെ മോക്ക് ടെസ്റ്റ് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഓക്കെ അല്ലേ? ചാപ്റ്റേഴ്സ് ഞാൻ മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് എന്ന് പറയുന്ന ഒരു മാക്സിമം എത്ര നമ്പേഴ്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയോ? ക്വസ്റ്റ്യന്റെ 50 or 20 നമ്പേഴ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ നോക്കാം, 50 അല്ലെങ്കിൽ 20 ഉണ്ടാവും. നല്ല രീതിയിൽ ഒന്നും കൂടി എന്ത് ചെയ്യുക, അത് ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഇയറിലും മാക്സിമം ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ചൈൽഡ് വെൽഫെയറിൽ ചിലപ്പോൾ കുറവായിരിക്കും. മേ ബി അപ്പൊ നല്ല രീതിയിൽ ആ മോക്ക് ടെസ്റ്റ് ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാം. നമുക്ക് ഡിസീസുകൾ കുറെ പറയുന്നില്ല, ഡിഫ്തീരിയ, ടെറ്റനസ്, പോളിയോ, അതൊക്കെ ഏതൊക്കെയാണ് വൈറസ് ഡിസീസസ്, ബാക്ടീരിയസ് ഡിസീസസ്? ഒന്ന് ഷോർട്ട് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ഓക്കെ നോക്കാം. നമ്മള് ഒരു മിനിറ്റ് PDF എടുക്കട്ടെ. പിന്നെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് വരാലുണ്ടോ മാം? വരാനുള്ള ചാൻസ് ഉണ്ടാവും കേട്ടോ. മോക്ക് ടെസ്റ്റ് ക്വസ്റ്റ്യൻസും കൂടി വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ് ഞാൻ PDF നോക്കാം കേട്ടോ. കോമൺ ചൈൽഡ് ഡിസീസ് ആണല്ലോ. അതില് വൂഫിംഗ് കഫ് ഏത് ഡിസീസ് ആണ്? ഏത് ഓക്കെ, അത് ഏത് ടൈപ്പ് ബാക്ടീരിയ ആണ്? ബാക്ടീരിയ ഏതാണ് ബാക്ടീരിയയുടെ പേര്? ബോർഡെല്ല പെട്യൂസ്. ഓക്കെ, നല്ല കുട്ടികളാണ്, എല്ലാവർക്കും അറിയാം കേട്ടോ. ഓക്കെ, ഡിഫ്തീരിയോ? ബാക്ടീരിയ. പേര് എന്താണ് തന്നിട്ടില്ലേ ഡിഫ്തീരിയയുടെ? ഇല്ല അല്ലെ? ബാക്ടീരിയം ഡിഫ്തീരിയ. കോർണിബാക്ടീരിയം. ഓക്കേടാ. ഓക്കെ, ടെറ്റനസോ? ക്ലോസ്ട്രീഡിയം ടെറ്റനസ്. ടെറ്റനസ് അത് നിങ്ങൾ ഓൾറെഡി എവിടെ പഠിക്കുന്നുണ്ട്? നമ്മളുടെ യൂണിറ്റ് 7 പഠിക്കുന്നുണ്ട്. ഓക്കെ, ദെൻ പോളിയോ? പോളിയോ വൈറസ് തന്നെയാണ്. ഡിസെൻട്രിക്ക് ഇല്ല. ഇല്ല. ജോണ്ടിസോ? അതും സ്പ്രെഡ് ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് മലേറിയക്ക് ഏതായിരുന്നു? ഫീമെയിൽ ആണ്. ഓക്കെ, ടൈഫോയിഡോ? സാൽമണല്ല ബാക്ടീരിയ. ഓക്കെ, ബാക്ടീരിയ ആണ്. മീസിൽസോ? മീസിൽസ് വൈറസ്. കോളറയോ? വിബ്രിയോ കോളറ. വിബ്രിയോ കോളറ. ബാക്ടീരിയ ആണോ വൈറസ് ആണോ? ബാക്ടീരിയ. ദെൻ നിങ്ങൾ നോക്കുമ്പോ ഞാൻ ഒന്നുകൂടി പറയാം. ഇത് നമ്മൾ ഈ അസുഖങ്ങൾ പറഞ്ഞല്ലോ. വൂഫിംഗ് കഫിന്ന് ചിലപ്പോ 100 days ഓഫ് കഫ് എന്ന് പറയുന്നുണ്ട്. സിംറ്റംസ് ചോദിക്കാം. ഏത് അസുഖത്തിനാണ് ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും വോമിറ്റിംഗ് ഒക്കെ വരുന്നത്? ഏത് അസുഖത്തിനാണ് എന്നുള്ളത് ചോദിക്കാം. അതേപോലെ വിൻഡ് പൈപ്പിനെയും ട്രക്കിനെയും അഫക്ട് ചെയ്യുന്ന ഡിസീസ് ഏതാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. ടെറ്റനസ് എങ്ങനെയാണ് വരുന്നത്? അതേപോലെ ചെറിയ മുറിവിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന അസുഖം ഏതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ടെറ്റനസിന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. വീക്ക്നെസ് ഓഫ് ലിംസ്, അതേപോലെ പെർമനന്റ് ഡിഫക്റ്റ് വരാനുള്ള ചാൻസ് ഉള്ള അസുഖം ഏതാണ്? അത് പോളിയോ ആണ്. ഡീഹൈഡ്രേഷൻ സംഭവിക്കുന്ന അസുഖങ്ങൾ ഏതാണ്? അത് പറയുമ്പോൾ ഡിസെൻട്രിയും കോളറയും നമുക്ക് ആൻസർ ആയിട്ടുണ്ടെങ്കിൽ ഡിസെൻട്രിയും കോളറയും ആൻസർ ചെയ്യണം കേട്ടോ. രണ്ടിന്റെയും സിംറ്റംസിൽ വരുന്നതാണ് എന്ത്? ഡീഹൈഡ്രേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ജോണ്ടിസ്, കണ്ണിന് മഞ്ഞ നിറം വരുന്ന ഒരു അസുഖം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്
അല്ലെങ്കിൽ ഏത് കളറായിരിക്കും ജോണ്ടിസ് വന്ന ഒരാൾക്ക് വരുന്നത് എന്ന് ചോദിച്ചാൽ യെല്ലോ. സ്കിന്നായാലും ഐസിനായാലും ഏത് കളറായിരിക്കും? യെല്ലോ ആയിരിക്കും. മലേറിയ മിക്കവാറും ചോദിക്കുന്നത് സ്പ്രെഡ് ചെയ്യുന്ന മീഡിയം ആണ്. ഇൻഫെക്റ്റഡ് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് വഴിയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. ടൈഫോയിഡ് എങ്ങനെയാ സ്പ്രെഡ് ചെയ്യുന്നത്? കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ അതിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. മീസിൽസിനെതിരെ നമ്മൾ എടുക്കുന്ന വാക്സിൻ ഏതാണ്? ഓക്കെ. MMR വാക്സിൻ എന്തൊക്കെ വേറെ ഏതൊക്കെ അസുഖങ്ങൾക്ക് എടുക്കുന്നത്? മംസ്, പെട്രോസിസ്, റുബെല്ല. മീസിൽസ്, മംസ്, റുബെല്ല. MMR ഫുൾ ഫോം നോക്കി വെക്കണം കേട്ടോ. പിന്നെ ഏതാണ്? കോളറ വരുന്ന ഏത് ബാക്ടീരിയയാണ് സ്പ്രെഡ് ചെയ്യണമെന്നൊരു ചോദിക്കാം. വിബ്രിയോ കോളറ. അങ്ങനെയാണ്. പിന്നെ ഫസ്റ്റ് നമ്മൾ കോമൺ ചൈൽഡ് ഡിസീസുകൾ, ടൈപ്സ് ഓഫ് ഡിസീസുകൾ ചോദിക്കാറുണ്ട്. നമ്മുടെ ടെസ്റ്റിൽ ആകെ 2 ടൈപ്സ് പറഞ്ഞിട്ടുള്ളൂ. ഒന്ന് കണ്ടീജിയസ് ആൻഡ് ഇൻഫെക്ഷൻ ഡിസീസ് ആണ്. അതിൽ കൂടുതൽ ടൈപ്സ് ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് മാത്രം ആൻസർ ചെയ്താൽ മതി. മ്യൂട്ട് ആവോടാ. ഓക്കെ, 1 മിനിറ്റ് കേട്ടാ. പിന്നെന്താ ചോദിക്കാനുള്ള ചാൻസ്? ഫുഡ് ഐറ്റംസ് വഴി സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസുകൾ ഏതൊക്കെയാണ്? മേജർ ഇൻഫെക്ഷൻ കാരിയർ ആയിട്ടുള്ള ഇൻസെക്ട് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? ഓക്കെ, ഫ്ലൈസ് ആണ് മേജർ ആയിട്ട് ഫുഡ് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ചെയ്യുന്നത്. അതേപോലെ എയർ ബോൺ ഡിസീസുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മള് എയർ വഴി സ്പ്രെഡ് ചെയ്യുന്ന അസുഖങ്ങൾ എഴുതണം. പിന്നെന്താണ്? ഓക്കെ, നമ്മള് എത്രയൊക്കെ വരാനുള്ള ചാൻസ് ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ അല്ല, 4th മൊഡ്യൂൾ യൂണിറ്റിന്ന് വരാനുള്ള ചാൻസ്. മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? മാം അന്ന് ഈ ചാപ്റ്റർ എടുത്തപ്പോ വൈറൽ മെനിഞ്ചൈറ്റിസിനെ കുറിച്ചിട്ട് ഒരു നോട്ട് ചെയ്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? നമുക്ക് നോളജിന് വേണ്ടിയിട്ടാണ്. അതായത് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്കിപ്പോ മേജറായിട്ട് വരുന്ന ഒരു അസുഖമാണല്ലോ വൈറൽ മെനിഞ്ചൈറ്റിസ്. നമുക്ക് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം നമ്മള് ടോപ്പിക് ഡിസ്കസ് ചെയ്തത്. എന്ന് വെച്ചാല് അങ്ങനത്തെ അസുഖം നമ്മൾ പഠിപ്പിക്കുന്ന കുട്ടികൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിലോ ആ സിംറ്റം ഉണ്ടെങ്കിലോ നമ്മൾ എന്തൊക്കെ പ്രിക്കോഷൻ എടുക്കണമെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ദെൻ ഫസ്റ്റ് എയ്ഡ് ആണ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഇൻസിഡന്റ്, ഒരു ആക്സിഡന്റ് സംഭവിച്ച് ആ ഗോൾഡൻ അവേഴ്സിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റിനെയാണ് നമ്മൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത്. നിങ്ങൾ ഫസ്റ്റ് എയ്ഡിന് ഇതൊന്ന് നോക്കണം. ഡ്യൂട്ടി ഓഫ് എ ഫസ്റ്റ് എയ്ഡ് യൂണിറ്റ് ഒന്ന് റെഫർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ടോ? മേ ബി എന്തെങ്കിലും ഡ്യൂട്ടീസ് തന്നിട്ട് ഫസ്റ്റ് എയ്ഡ് എന്ന ഡ്യൂട്ടീസ് ചോദിച്ചു കഴിഞ്ഞാല്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് എമംഗ് ദ ഡ്യൂട്ടി ഓഫ് ഫസ്റ്റ് എയ്ഡർ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ ഫെയിന്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ട്രീറ്റ്മെന്റ്? അതേപോലെ ബ്ലീഡിങ്ങിന്റെ സിറ്റുവേഷനിൽ എന്ത് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടത്? സ്നേക്ക് ബീറ്റ് ചെയ്താൽ എന്ത് ചെയ്യണം? ഡ്രോണിങ്ങിന്റെ കേസിൽ, ബേൺസ് ആൻഡ് സ്കിന്നിന്റെ കേസിൽ എന്തെല്ലാം ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഒന്ന് നോക്കി വെക്കണം. ഫസ്റ്റ് എയ്ഡറിന് വേണ്ട ക്വാളിറ്റീസ് ഉണ്ട് ഇല്ലേ? നമ്മള് എസെൻഷ്യൽ ക്വാളിറ്റീസ് നമ്മൾ ഫസ്റ്റ് എയ്ഡറിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ? അതെന്തെല്ലാമാണ് എന്നുള്ളത്: കമ്പാൻഷൻ, ജെൻലെസ്, പവർ ഓഫ് കൺക്ലൂഷൻ, റിസോഴ്സ്ഫുൾനെസ്, ഓൾട്ടർനെസ്. ഇതെല്ലാം ആർക്ക് വേണ്ടതാണ്? ഫസ്റ്റ് എയ്ഡർക്ക് വേണ്ട ക്വാളിറ്റീസ് ആണ്. അതൊന്ന് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമ്മൾ പിന്നെ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ എന്ന് പറയുന്നത്, ഞാൻ PDF പേജ് ഒന്ന് എടുക്കട്ടെ കേട്ടോ. ദെൻ നമ്മൾ നോക്കിയത് കോമൺ ചൈൽഡ്ഹുഡ് ഡിസീസ് ആയിരുന്നു. സോറി, കോമൺ അല്ലല്ലോ, ചൈൽഡ് വെൽഫെയർ ആയിരുന്നു കേട്ടോ. നമ്മൾ ആർക്കാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്? ആർക്കാണ്? എല്ലാവരും പറയും എന്താ പറയാ, ഡിസേബിൾഡ് എന്ന് പറയും. അങ്ങനെ പറയരുത് കേട്ടോ. ഞാൻ ക്വസ്റ്റ്യനിലും അങ്ങനെ സ്പെഷ്യലി ഏബിൾഡ് എന്നാണെങ്കിൽ കുഴപ്പമില്ല. സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികളുണ്ട്. ഹിയറിംഗ് ഇമ്പയർമെന്റിന് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, കോമൺ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാനുള്ള ചോദ്യമാണ് എന്താണ് ഹിയറിംഗ് ഇമ്പയർമെന്റ് ആയിട്ടുള്ള കുട്ടികൾ എങ്ങനെയാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന്. എങ്ങനെയാ
അറിഞ്ഞൂല. എങ്ങനെയാണ് ത്രൂ ആക്ഷൻ ബോത്ത് ഓഫ് എ ആൻഡ് ബി ഉണ്ടെങ്കിൽ നമ്മൾ ഏത് കൊടുക്കണം? both of A and B. രണ്ട് രീതിയിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. ഇനി മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഏത് എൻവയോൺമെന്റും ഏത് മെറ്റീരിയൽസ് ആണ് കൂടുതൽ സ്യൂട്ടബിൾ? Montessori environment and materials. അതെ, മോണ്ടിസോറി എൻവയോൺമെന്റ് മെറ്റീരിയൽസ് ആണ് മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ്. ദെൻ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒക്കെ എങ്ങനെ സംഭവിക്കാം? ആക്സിഡന്റ്, ന്യൂട്രീഷൻ ഡെഫിഷ്യൻസീസ്, അങ്ങനത്തെ കോഗ്നിറ്റീവ് ഡിസീസ്, അബ്നോർമാലിറ്റീസ് ഒക്കെ വരുമ്പോൾ ഫിസിക്കൽ ഡിസബിലിറ്റീസ് ഒക്കെ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ദെൻ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം. വീട്ടില് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്? അതേപോലെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷന്റെ ഒരു ഡ്യൂട്ടി എന്താണ്? ഹെൽത്തി ഹാബിറ്റ്സ് ഫാമിലിയിലും കുട്ടികളിലും ടീച്ച് ചെയ്യാന്നുള്ളത് ആരുടെ ഉത്തരവാദിത്തമാണ്? പ്രീ പ്രൈമറി സ്കൂളുകളുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ചൈൽഡ് വെൽഫെയറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? അവരാണ് നമ്മുടെ നേഷന്റെ അസറ്റ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ചൈൽഡ് വെൽഫെയർ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിൽ മെയിൻ ആയിട്ട് നോക്കേണ്ടത് ആ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ്. അതാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ ഓരോ കേസസും ചിൽഡ്രൻസ് വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്, ചിൽഡ്രൻസ് വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്, ചിൽഡ്രൻസ് വിത്ത് ഫിസിക്കൽ ഡിസബിലിറ്റീസും മെന്റലി റിട്ടൈൻഡ് ചിൽഡ്രൻസും. ഓക്കെ, നിങ്ങൾക്ക് ഈ ടേം എക്സാം കണ്ടക്ട് ചെയ്യുമ്പോൾ സ്റ്റഡി ലീവ് ഇല്ലാന്നറിയാലോ. അന്ന് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും മേ ബി നൈറ്റ് അല്ലേ എക്സാം? നല്ലതാ, കാരണം വേറെ ഡിസ്റ്റർബൻസ് ഒന്നും നമുക്കില്ല. അതേപോലെ തന്നെ നമുക്ക് ടീച്ചേഴ്സ് എടുക്കുന്ന ടീച്ചേഴ്സ് ആണെങ്കിൽ അവർക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ മോക്ക് ടെസ്റ്റ് ടേം എക്സാമിന് നിങ്ങൾക്ക് ഇതുണ്ട്, എന്താണ് ഇംഗ്ലീഷിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. ഇംഗ്ലീഷിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇംഗ്ലീഷ് ടീച്ചറിനോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം കേട്ടോ. ടൈം ഉണ്ടാവും. ജോബ് സാറാണ് എടുക്കുന്നത്. നാളെ ജോബ് സാറിനോട് ഡിസ്കസ് ചെയ്താൽ മതി. അപ്പൊ ഇത്രയുമാണ് നമ്മൾ പാർട്ട് 3 ഡിസ്കസ് ചെയ്ത ചാപ്റ്റേഴ്സ് അല്ലെ? എന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞില്ലേ പാർട്ട് 3? പാർട്ട് 1 ഈ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ആരെടുത്ത്? ഞാൻ എടുത്ത്. മാം ഗ്രോത്ത് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് ആണ് മാം എടുത്തത്. ചൈൽഡ് വെൽഫെയർ മിൽറോസ് മാം ആണ് എടുത്തത്. അതെ അതെ. ഓക്കെ, കുഴപ്പമില്ല കേട്ടോ. സോറി. ഓക്കേടാ, കുഴപ്പമില്ല. അപ്പൊ അതിനൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ എപ്പോഴും ചൈൽഡ് വെൽഫെയർ എപ്പോഴും ഞാൻ എടുക്കാറുണ്ട്. അപ്പൊ അത് മറന്നുപോയതാ. ഞാൻ എടുത്ത് എനിക്ക് ഡൗട്ട്. കുഴപ്പമൊന്നുമില്ല, റെഫർ ചെയ്തൊന്നല്ലേ ഉള്ളൂ. ഗ്രോത്ത്, ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അല്ലേ? ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ. 1 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ കേട്ടോ. പിന്നെ ഞാൻ എടുത്തത് ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത് അല്ലേ? ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആരെടുത്തെ?
ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണോ മാം? അശ്വിനീസ് ആണ് അല്ലേ? ഈ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റോ? മിൽഡ്രോസ് മാം. ഓക്കെ ഓക്കെ. അപ്പോ പിന്നെ ഞാൻ അടുത്ത നീഡ്സ് അല്ലേ? നീഡ്സിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ആ ഓർഡർ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? നമ്മുടെ മാസ്ലോ നീഡ് ഓഫ് ഹയറാർക്കിയുടെ ഓർഡർ ഓർമ്മയുണ്ടോ? ആ ഓർഡർ ആരെങ്കിലും ഒരാളൊന്ന് പറയോ? അതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓർഡർ നോക്കി വെക്കണേ, നിങ്ങൾ കാണാതെ അങ്ങോട്ട് പഠിച്ചു ആ ഓർഡർ. ഓക്കെ. Physiological needs, safety needs, love and belongings needs, esteem needs, self-actualization. സെൽഫ് ആക്ച്വലൈസേഷൻ. ഓക്കെ കേട്ടോ. അപ്പൊ നന്നായിട്ട് നോക്കി വെക്കേണ്ടത് ഓരോ ക്വസ്റ്റ്യൻ ഇപ്പോഴും കാണാറുണ്ട്. ഓക്കെ കേട്ടോ. ഓക്കെ കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാം. അപ്പൊ നമുക്ക് പുതിയ പോർഷനിലേക്ക് പോയാലോ? ബാക്കി ക്വസ്റ്റ്യൻസ് ടീച്ചേഴ്സ് ഷെയർ ചെയ്യും കേട്ടോ. നമ്മള് സോഷ്യോ ഇമോഷണൽ ഡെവലപ്മെന്റ് മിസ് എടുത്തതാ. സോഷ്യോ ഡെവലപ്മെന്റ്. ഓക്കെ, സോഷ്യൽ ആൻഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് എന്റെ ചാപ്റ്റർ ആണ് അല്ലേ? ഓക്കെ, ഞാൻ അതൊന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. അതിൽ നിന്ന് നമ്മൾ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് റെഫർ ചെയ്ത് നോക്കാം. പുതുതായിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് വരാണ്, ഞാനിപ്പോ എടുത്ത പോർഷനിൽ നിന്ന് എന്തെങ്കിലും പുതിയതായിട്ട് ഞങ്ങൾക്ക് പരിചയമല്ലാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ചിലപ്പോ ചോദിക്കുന്ന രീതിയായിരിക്കും വ്യത്യാസം. വെച്ചാല് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും ചിലപ്പോ എന്താ പറയാ, ചോദിക്കുന്ന രീതിയിൽ വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി റീഡ് ചെയ്ത് നോക്കാം ക്വസ്റ്റ്യൻസ്, എന്നിട്ട് ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ കേട്ടോ. സോഷ്യൽ ആൻഡ് ഇമോഷണൽ നീഡ്സിൽ സ്ട്രേഞ്ചേഴ്സ് ആൻസൈറ്റി, സെപ്പറേഷൻ ആൻസൈറ്റി ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്തിന്റെ കേസിലാണെങ്കിൽ എന്താ പറയാ, ആ പീരീഡ് ഓഫ് ഓവം, ആ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടന്റ് ഞാൻ അന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കാര്യങ്ങൾ നോക്കാം. പിന്നെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിൽ ഇമ്പോർട്ടന്റ് നമ്മൾ ആ ട്രെൻഡ്സ് പഠിച്ചത് ഓർമ്മയുണ്ടോ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ട്രെൻഡ്സ്, പ്രിൻസിപ്പിൾസ്, സെഫലോകോഡൽ ട്രെൻഡ്, ഹെഡ് ടു ഫുട്ട് ട്രെൻഡ്, ബയലാറ്ററൽ ട്രെൻഡ് ഒക്കെ ഓർമ്മയുണ്ടോ? അത് അതൊന്ന് നന്നായിട്ട് നോക്കാം. പിന്നെ ലാംഗ്വേജ് ഡെവലപ്മെന്റില് ജസ്റ്റ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് കാര്യം പറയണമെന്നുള്ളൂ. കുട്ടികൾ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് ഏതാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് കുട്ടികൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫസ്റ്റ് സൗണ്ട് ഏതാണ്? അവർ ലാംഗ്വേജ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാ? ക്രൈയിങ് ആണ് അല്ലെ? ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? ക്രൈയിങ് ആണ്. പിന്നെ ഇൻഫന്റ് ആർട്ടിക്കുലേഷൻ വെച്ചാല് നമ്മള് കുട്ടികളുടെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അത് മാറുന്നത് ഏജിലാണ്. ഒരു കുഞ്ഞ് സംസാരിക്കുന്നത് മാറി പെർഫെക്റ്റ് ആയിട്ട് അവർ നമ്മളെ പോലെ സെന്റൻസ് ആയിട്ട് സംസാരിച്ചു തുടങ്ങുന്ന ഏത് ഏജിലാണ്? 4 ആണോ? 52 വീക്സില് വേർഡ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങില്ലേ? 52 വീക്സിൽ വേർഡ്സ് ഒക്കെ പോകും. എവിടെ ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എടാ, ആ കുട്ടികളുടെ ഒരു ടൈപ്പ് ഓഫ് സ്ലാങ് ഉണ്ടല്ലോ, അവർ സംസാരിക്കുന്ന ഒരു സ്ലാങ്, അത് മാറുന്നത് എപ്പോഴാണ്? കുഞ്ഞു കുട്ടികൾ 5 years അല്ലേ മാം? 6 years. 5 years ആണ് പറഞ്ഞേ. 5 years the child speak without infant articulation. ചില ആ ഒരു ശിശുച്ചാരണം മാറി കറക്റ്റ് ആയിട്ട് സംസാരിച്ചു തുടങ്ങുന്നത് 5 വയസ്സ് മുതലാണ് കേട്ടോ. അപ്പൊ അതൊന്ന് നോക്കി വെക്കാം. ട്രെൻഡുകൾ നന്നായിട്ട് നോക്കി വെക്കാം. മിഡിൽ ചൈൽഡ്ഹുഡ് ഏത് ടൈമിൽ ഒക്യൂർ ചെയ്യുന്നത്? മിഡിൽ ചൈൽഡ്ഹുഡ് അതും ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് വരുന്ന ക്വസ്റ്റ്യൻ ആണോ?
എന്നാണ് തോന്നുന്നുണ്ട്. ഇവിടെ മിഡിൽ ചൈൽഡ്ഹുഡിന്റെ പീരീഡ് ഒന്ന് നോക്കാം. ആ ചൈൽഡ്ഹുഡുകളുടെ പീരീഡ്, പ്രീ ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, അതുപോലെ ഏർലി അഡോളസൻസ്, പിന്നെ ഇൻഫൻസി. ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിലാണ്. ഓക്കെ, ആ പീരീഡുകളൊക്കെ നന്നായിട്ട് നോക്കാം കേട്ടോ, നന്നായിട്ട് നോക്കിയെടുക്കാം കേട്ടോ. ഓക്കെ, നന്നായിട്ട് നോക്കി വെക്കുക കേട്ടോ. ദെൻ നമ്മള് പുതിയതായിട്ട് ഒരു പാർട്ടിലേക്ക് മൂവ് ആവാണ് അല്ലെ. നമ്മള് പാർട്ട് 1ഉം അതേപോലെ തന്നെ പാർട്ട് 2ഉം കംപ്ലീറ്റ് ചെയ്തു. പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ചെയ്ത് നമ്മളിനി മൂവ് ആവുന്ന ചാപ്റ്ററിന്റെ പാർട്ടിന്റെ പേരാണ് ഏതാണ്? മരിയ മോണ്ടിസോറി പാർട്ട് 3. ഓക്കെ, പാർട്ട് 3 മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്ങില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ മോണ്ടിസോറി തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടീച്ചിങ്ങില്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു പോർഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനിലേക്ക് അല്ലെങ്കിൽ പാർട്ടിലേക്ക് നമ്മൾ മൂവ് ആവാണ്. മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഇവിടെ മുതലാണ് എന്താണ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ് എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങളെ കൊണ്ട് ഞാൻ സെൽഫ് ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യാം. നിങ്ങൾക്ക് വന്നിരിക്കുന്ന മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസ്ക്ലോസ് ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. അപ്പോ നമ്മൾ നോക്കുന്ന പാർട്ടാണ് മോണ്ടിസോറി മെത്തേഡ് ഓഫ് ടീച്ചിങ്. ഓക്കെ, ഈ മോണ്ടിസോറി കോഴ്സിനെ കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്തേ? ഫസ്റ്റ് നിങ്ങൾക്ക് എന്താ തോന്നിയത്? എങ്ങനെ നിങ്ങൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിഞ്ഞത്? ഫ്രണ്ട്സ് വഴി അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് എങ്ങനെ കിട്ടിയത് നിങ്ങൾക്ക് ഈ കോഴ്സിനെ കുറിച്ചിട്ട്? ഞങ്ങളുടെ അവിടെയുള്ള ഒരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തതാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും കോഴ്സിനെ കുറിച്ചൊക്കെ, അങ്ങനെയാണ് അറിഞ്ഞത്. ഓക്കെ ഓക്കെ, അപ്പോ ഈ മോണ്ടിസോറി TTC അല്ലെ നമ്മുടെ കോഴ്സിന്റെ പേര്. അപ്പോ നിങ്ങള് അപ്പൊ തന്നെ സെർച്ച് ചെയ്തിട്ടുണ്ടാവില്ല എന്താണ് മോണ്ടിസോറി, ആരാണ് മോണ്ടിസോറി, ആരാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കില്ലേ? ആരാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി എന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നു. ആക്ച്വലി ഞാൻ വന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ കാരണം എനിക്ക് ജോലിക്ക് പോകണമെന്ന് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ പക്ഷെ എനിക്ക് മോനുള്ളത് കൊണ്ട് അങ്ങനെ സമയം ഭയങ്കര പ്രശ്നമായിരുന്നു. അവനെ നോക്കാൻ ആരുമില്ല. അവൻ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ആരും ഉണ്ടാവില്ല. അപ്പൊ എനിക്ക് പറ്റിയ ഒരു സമയം എന്ന് പറയുന്നത് സ്കൂൾ ടൈം ആണെങ്കിൽ എനിക്ക് ആ ഒരു ടൈം മാനേജ് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആക്ച്വലി ഞാൻ കോഴ്സിന് ജോയിൻ ചെയ്തത്. മോന് വേണ്ടിയിട്ടാണ് ചെയ്തത്. അതാവുമ്പോ രാവിലെ അവൻ പോകുന്ന ടൈമും ഞാൻ തിരിച്ചു വരുന്ന ടൈമും ഒക്കെ ഏകദേശം ഒരുമിച്ചായിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്തതും എല്ലാം. പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു എന്താ പറയാ, എനിക്ക് തന്നെ ഭയങ്കര ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ജോലിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് തെരഞ്ഞെടുത്തൊരു കോഴ്സായിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയോ എനിക്ക് വേണ്ടിയിട്ടുള്ള, എന്നിൽ തന്നെ എന്തൊക്കെയോ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്ത പോലെ എനിക്ക് തോന്നണേ. ഓക്കെ, എല്ലാവർക്കും തോന്നുന്ന ഫീലിംഗ് ആണ്. എന്നോട് എല്ലാവരും ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോ നമ്മുടെ എക്സാം ഒക്കെ കഴിഞ്ഞ് വൈവേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ ഒരുപാട് കുട്ടികൾ അവരുടെ എക്സ്പീരിയൻസിന് പറയാറുണ്ട്. ഇപ്പൊ ഞങ്ങള് എന്തെങ്കിലും ഒരു ജോലി അന്ന് റിലേറ്റഡ് ആയിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഒരു കോഴ്സിലേക്ക് വന്നത്. പക്ഷെ ഞങ്ങളില് വേറെ ക്യാരക്ടറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ആദ്യത്തെ കുട്ടീനെ വളർത്തിയ പോലെയല്ല ഇപ്പൊ രണ്ടാമത്തെ കുട്ടീനെ ഞങ്ങൾ വളർത്തുന്നത്. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്, ഞങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് എന്നൊക്കെ കുട്ടികൾ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പോ ആർക്കൊക്കെ അറിയാം മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻസ് സെർച്ച് ചെയ്തിട്ടുണ്ടാവൂലേ? എല്ലാവരും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോ ഈ കോഴ്സിനെ കുറിച്ച് നിങ്ങൾ മേ ബി അഡ്വർടൈസ്മെന്റും കാര്യങ്ങളൊക്കെ കണ്ട സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ വിളിച്ച് ചോദിച്ച സമയത്ത്, അത് കഴിഞ്ഞിട്ടായാലും നിങ്ങൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, റെഫർ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഫസ്റ്റ് ആരുടെ ക്ലാസ് ആയിരുന്നു ഇൻട്രൊഡക്ഷൻ? നിഷ് ടീച്ചറിന്റെ ക്ലാസ് ആയിരുന്നു നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ? ടീച്ചർ ആരായിരുന്നു? ജിഷ മാമിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ ഡോക്ടർ മരിയ മോണ്ടിസോറിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓർമ്മയൊന്നുമില്ല? ജോബ് സാർ ആയിരുന്നില്ലേ? ഫസ്റ്റ് ക്ലാസ് ജോബ് സാറിന്റെ ആയിരുന്നു? ഇല്ല, ജിഷ മാം ആണ് മോണ്ടിസോറിനെ കുറിച്ച് പറഞ്ഞത്.
ജിഷ് ടീച്ചർ ആയിരിക്കണം ഫസ്റ്റ് ക്ലാസ് നമുക്ക് തന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ എന്താ പറയുക റെഗുലർ ക്ലാസ്സിലായിരിക്കും ജോബ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ഓക്കെ, നമുക്കറിയാം ആരാണ് മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത്. അപ്പോ നമുക്ക് നോക്കാം. ഡോക്ടർ മരിയ മോണ്ടിസോറി ആണ് ഈ മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ ആണെന്ന് പറയുന്നത്. ആരാണ്? ഡോക്ടർ മരിയ മോണ്ടിസോറി ആണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന മോണ്ടിസോറി മെത്തേഡിന്റെ ഫൗണ്ടർ. എന്നുവെച്ചാൽ ഇപ്പോൾ നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീടിന്റെ ഒക്കെ അടുത്ത് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ള അടുത്തൊക്കെ തന്നെ എന്തുണ്ടാവും? ഈ മോണ്ടിസോറി സ്കൂളുകൾ ഉണ്ടാവും. നമ്മുടെ പരിചയത്തിലുണ്ടോ മോണ്ടിസോറി സ്കൂളുകൾ? ഞങ്ങളുടെ ഇവിടെ കയറിയിരിക്കുന്നതും മോണ്ടിസോറി സ്കൂളാണ്. ആണല്ലേ? ഓക്കേടാ. അപ്പോ ഞങ്ങളുടെ വീടിന്റെ അടുത്ത് 2 ടൈപ്സ് മോണ്ടിസോറി സ്കൂൾ, അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അടുത്ത് തന്നെ 2 ടൈപ്പ് മോണ്ടിസോറി സ്കൂളുകളുണ്ട്. ഒന്ന് സ്പെഷ്യൽ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്, എന്നുവെച്ചാല് മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. മറ്റൊന്ന് നോർമൽ ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. സോ മോണ്ടിസോറി മോണ്ടിസോറി എന്ന് പറയുന്നത് ഒരു ഇറ്റാലിയൻ ഫിസിഷ്യൻ ആണ്, ഡോക്ടറാണ്, അതേപോലെ തന്നെ എഡ്യൂക്കേറ്റർ ആണ്. 1952 കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ആര്? മരിയ മോണ്ടിസോറി എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ മരിയ മോണ്ടിസോറി എഡ്യൂക്കേഷണൽ ഫിലോസഫിയിൽ ഒരുപാട് ഒബ്സർവേഷൻസും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടുപിടിച്ചിട്ടുണ്ട്. കുട്ടികളെ നാച്ചുറലി ലേൺ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും ഒരുപാട് കാര്യങ്ങൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്? ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോ മരിയ മോണ്ടിസോറി മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൈമില് കുറച്ച് എന്താ പറയാ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ നിങ്ങൾ ചൈൽഡ് വെൽഫെയറിന്റെ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും. മോണ്ടിസോറി മെത്തേഡ് ഏറ്റവും കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത് കൂടുതൽ അവർക്ക് ഒട്ടും ചിന്തിക്കാനുള്ള നോളജ് ഇല്ല, അല്ലെ? മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒട്ടും അവർക്ക് തിങ്ക് ഇല്ല. സോ അപ്പോ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മരിയ മോണ്ടിസോറി ഇങ്ങനത്തെ കുട്ടികളെ ഹാൻഡിൽ ചെയ്തപ്പോ അവരുടെ എന്താ പറയാ സെൻസുകളെല്ലാം റിസ്ട്രിക്റ്റഡ് ആണ്. സെൻസ് ഒന്നും അവർക്ക് പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് അത് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ലേൺ ചെയ്യാൻ പറ്റാത്തതെന്ന് മനസ്സിലാക്കി. അപ്പൊ സെൻസ് ചെയ്യാനായിട്ട് അവർക്ക് ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അവർക്ക് സെൻസ് ചെയ്യിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് ആദ്യം എന്ത് ചെയ്തത്? മരിയ മോണ്ടിസോറി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് അവരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ സെൻസ് ചെയ്യിപ്പിക്കുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കും നോർമൽ കുട്ടികൾക്ക് ചിലപ്പോൾ ഒരു 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് 11ാമത്തെ പ്രാവശ്യം അവർ സ്വയമായിട്ട് ചെയ്യും. പക്ഷെ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ റിപ്പീറ്റ് ആയിട്ട് ചെയ്യിക്കണം. റിപ്പീറ്റ് ആയിട്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കണം. നല്ല പേഷ്യൻസും നല്ല എന്താ പറയാ നല്ല പേഷ്യൻസ് ഒക്കെ ഉള്ളവർക്ക് ഈ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അവരുടെ ഏജ് ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. അവർ ചിലപ്പോൾ ആരോഗ്യം കൊണ്ട് ശരീരം കൊണ്ടൊക്കെ വലിയ കുട്ടികളായിരിക്കും. പക്ഷെ മനസ്സ് എന്ന് പറയുന്നത് ഒരു 3 to 6 years 3 to 4 years ഉള്ള കുട്ടികളുടെ മനസ്സേ അവർക്ക് ഉണ്ടാവുള്ളൂ. നമ്മുടെ മോണ്ടിസോറി സ്കൂളിൽ നോർമൽ കുട്ടികളുടെ ആ ഒരു ഏജ് ആർക്കുണ്ടാവുള്ളൂ? മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളുടെ മനസ്സിനുണ്ടാവുള്ളൂ. ശാരീരിക ഫിസിക്കൽ ഡെവലപ്മെന്റ് സംഭവിച്ചിട്ടുണ്ടാവും, മെന്റൽ ഡെവലപ്മെന്റ് വളരെ ലോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഈ മെന്റലി റിട്ടൈൻഡ് ആയിട്ടുള്ള കുട്ടികളിൽ അപ്ലൈ ചെയ്തപ്പോൾ ഒരുപാട് ചേഞ്ചസ് ആർക്ക് മനസ്സിലായി? മരിയ മോണ്ടിസോറിക്ക് മനസ്സിലായി. ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റി. അവരൊരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നതായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ അവരിലെ ഒരു ഒട്ടും 0% ലെവൽ ഓഫ് ലേണിംഗ് ഉണ്ടായിരുന്നവരിൽ നിന്ന് അവർ 20%ലേക്ക് ഏകദേശം പെർസെന്റേജ് പറയുന്ന ആ ഒരു ലേണിംഗ് കപ്പാസിറ്റി വന്നപ്പോ എന്തുകൊണ്ട് ഈ ഒരു മെത്തേഡ് നോർമൽ കുട്ടികളിൽ അപ്ലൈ ചെയ്തുകൂടാ? അവരിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്താനായിട്ട് പറ്റും എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു മെത്തേഡ് നോർമൽ കുട്ടികളിൽ എന്ത് ചെയ്തത്? ഇംപ്ലിമെന്റ് ചെയ്തത്. ആദ്യം ഒരുപാട് റിജക്ഷനും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം മെറ്റീരിയൽസ് വെച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു. കുട്ടികളെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യേണ്ട സമയത്ത് അവർക്ക് കളിപ്പാട്ടങ്ങൾ കൊടുക്കുന്നു. കളിപ്പാട്ടം കൊടുത്താണ് കുട്ടികളെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിജക്ഷൻസ് പല മേഖലകളിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പല എഡ്യൂക്കേഷണൽ ലിസ്റ്റുകളുടെ അടുത്തുനിന്ന് അതേ ഫീൽഡിലുള്ള എഡ്യൂക്കേറ്റേഴ്സിന്റെ അടുത്ത് നിന്ന് റിജക്ഷൻസ് ഒരുപാട് ഫേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ ഒരു മെത്തേഡ് ആര് ഇംപ്ലിമെന്റ് ചെയ്ത്? മരിയ മോണ്ടിസോറി ഇംപ്ലിമെന്റ് ചെയ്തത്. അതേപോലെ തന്നെ മരിയ മോണ്ടിസോറി ജീവിച്ചിരുന്ന കാലഘട്ടം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏതാണ് കാലഘട്ടം? 1870 to 1952 എന്ന് പറയുന്ന കാലഘട്ടമാണ്. ഈ ടൈമിലാണ് നമ്മുടെ 2 വേൾഡ് വാറും, ഫസ്റ്റ് വേൾഡ് വാറും അതേപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറും നടന്നത്. ശരിക്കും മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേൾഡ് വാർ ഒക്കെ ശരിക്കും എന്തിനു വേണ്ടിയിട്ടാണ് നടത്തിയത്?
അതൊരു എക്കണോമിക് പ്രോഗ്രസ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ആണ്. പല വലിയ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ എന്താ പറയുക വലിയ ശക്തികളുടെ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളായിരുന്നു ഈ വേൾഡ് വാർ എന്ന് പറയുന്നത്. എല്ലാം എന്ന് വെച്ചാൽ പവറിനും അധികാരത്തിനും വേണ്ടിയിട്ടുള്ള നീചമായിട്ടുള്ള കുറെ ഇന്റൻഷൻസോട് കൂടി അത് പ്രവർത്തിച്ചതിന്റെ ഫലമാണ് ഈ വേൾഡ് വാർ ഒക്കെ സംഭവിച്ചത്. അപ്പോ ഈ വേൾഡ് വാറിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത് ആരെയാണ്? ഏത് വാറാവട്ടെ, വാറിൽ ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്ന ആരെയാണ്? ചിൽഡ്രൻസ്, കുട്ടികളെ. അതേപോലെ തന്നെ ഒരു ഗ്രൂപ്പാണ് വുമൻസ്. സ്ത്രീകളെയും കുട്ടികളെയാണ് മെയിൻ ആയിട്ട് അഫക്ട് ചെയ്യുന്നത്. സ്ത്രീകളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, എന്ന് നമുക്ക് നോക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ കാര്യമാണ്. അവർക്കൊരു സേഫ് ആയിട്ടുള്ള ബാല്യം കിട്ടുന്നില്ല. ഇപ്പൊ ഒരു യുദ്ധം നടക്കുന്നില്ലേ, എവിടെയാണ്? പാലസ്തീൻ, അതേപോലെ ഗാസ, അങ്ങനെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത് എന്താണ്? കുട്ടികളാണ് ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത്. ഒന്നും അറിയാത്ത, ഒന്നും അവർക്ക് ആ ലോകത്തെ കുറിച്ച് അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ അവിടെ എന്താ നടക്കുന്നതിനെ കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാ. പാവം മക്കളാണ് അതിന് വേണ്ടിയിട്ട് എന്താവുന്ന ബലിയാടുകളാവുന്നത്. എനിക്ക് ന്യൂസ് ഒക്കെ കാണുമ്പോൾ ഇടയ്ക്ക് പത്രം വായിക്കാനേ വിഷമം തോന്നും. കാരണം ഏറ്റവും കൂടുതൽ വിഷമം തോന്നുന്ന വെച്ചാൽ കുട്ടികളായിരിക്കും അതില് എന്ത് ചെയ്തിരിക്കുന്നത്, ഫേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഭയങ്കര വിഷമമായിരുന്നു. എല്ലാവർക്കും ഉണ്ടാവും. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ ഇവിടെ എന്താ പറയാ, ഇന്ത്യയിൽ പാകിസ്ഥാനും കൂടി വാറിന്റെ ഒരു സിറ്റുവേഷൻ വന്നല്ലോ. ആ സമയത്ത് ഞാനും ആലോചിച്ചു, അയ്യോ നമ്മുടെ രാജ്യവും ഇതേപോലെ വാർ ഫേസ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാല് വീണ്ടും നമുക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങൾ വരില്ലേ? പോവർട്ടി, അതേപോലെ തന്നെ ഒരുപാട് ഒന്നും അറിയാത്ത ഒരുപാട് ജനങ്ങളുടെ ജീവൻ നഷ്ടപ്പെടില്ലേ? എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. വാർ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും, ആ ഒരു ഭയം. അപ്പൊ ഈ ഒരു സ്റ്റേജില് മരിയ മോണ്ടിസോറി മനസ്സിലാക്കിയിട്ട് ശരിക്കും പറഞ്ഞാല് യങ് ആയിട്ടുള്ള ആൾക്കാരെ മുതിർന്നവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല. കാരണം മുതിർന്നവരില് മാറ്റം നമുക്ക് പെട്ടെന്ന് വരുത്താനായിട്ട് പറ്റില്ല. നമ്മള് എന്താ പറയാ, ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ മലയാളത്തില്, എന്തൊരു പഴഞ്ചൊല്ല്? ചട്ടയിലെ ശീലം ചടല വരെയാണ് മിസ്സേ. ശരി, ചുട്ടയില് കതിരിന് സെയിം തന്നെയാണ്. കതിരിന് വളം വെക്കണം എന്നാലേ അങ്ങനെയൊക്കെ ഒരു പഴഞ്ചൊല്ല്. ഓക്കെ ഓക്കെ, ചുട്ടയിലെ ശീലം ചുടല വരെ, അതൊക്കെയാണ്. അപ്പൊ കുട്ടികളാണ് മുതിർന്നവരെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാനായിട്ട് പറ്റണമെന്നില്ല. പക്ഷെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ് കുട്ടികളെ. അപ്പൊ മരിയ മോണ്ടിസോറി ഒബ്സർവ് ചെയ്തപ്പോൾ വേണ്ടത്, നമ്മുടെ വേൾഡിന് വേണ്ടത് ഒരു നല്ല ന്യൂ ജനറേഷൻ ആണ്. ന്യൂ ജനറേഷൻ ഓഫ് അഡൾട്ടിനെയാണ് വേണ്ടത്. വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള അഡൾട്ടിനെയാണ് വേണ്ടതെന്ന് മനസ്സിലാക്കി. എന്നാൽ മാത്രമേ വേൾഡ് പീസും ഇതേപോലെ ഹാർമണിക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് മോണ്ടിസോറി തിരിച്ചറിഞ്ഞ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഒബ്സർവേഷന്റെയും അതേപോലെ ഞാൻ പറഞ്ഞത് നേരത്തെ മെന്റലി റീറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളിൽ വന്ന പ്രോഗ്രസ്സും അത് നോർമൽ ചിൽഡ്രൻസിൽ അപ്ലൈ ചെയ്തപ്പോൾ വന്ന മാറ്റങ്ങളും ഈ അതേപോലെ വേൾഡ് വാറിൽ ഫേസ് ചെയ്ത ഡിഫിക്കൽട്ടീസും എല്ലാത്തിന്റെയും ബേസിലാണ് മരിയ മോണ്ടിസോറി ഏത് മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്ത മോണ്ടിസോറി മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തത്. അപ്പോ നമ്മള് മോണ്ടിസോറി മെത്തേഡിൽ ഒരുപാട് കാര്യങ്ങൾ, മോണ്ടിസോറി എൻവയോൺമെന്റിലും ക്ലാസ് റൂമിലെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി അവർ ലേൺ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പറയുകയാണെങ്കിൽ പേഷ്യൻസ് അവർ ലേൺ ചെയ്യുന്നുണ്ട്. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് മേ ബി നമ്മുടെ ക്ലാസ് റൂമിൽ ഒരു പെയർ ഓഫ് മെറ്റീരിയൽസേ ഉള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു കുട്ടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ മെറ്റീരിയൽസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യും. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം അവന്റെ ടേൺ ആവുമ്പോൾ അത് അവർ യൂസ് ചെയ്യുകയും ചെയ്യും. അപ്പൊ അത്രയും നേരം അവർ എന്ത് ചെയ്യാണ്, പേഷ്യൻസ് അവർക്ക് കിട്ടാണ്. അതേപോലെ യങ്ങറായിട്ടുള്ള നമ്മൾ ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളാണ് മോണ്ടിസോറി ക്ലാസ് റൂമിലുള്ളത്. ചില മേ ബി യങ്ങർ വൺസ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓൾഡർ വൺസ്, മുതിർന്ന കുട്ടികള് അവർ യങ്ങർ വൺസിന് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതും അതേപോലെ ഒരു കെയറിങ് ഹാബിറ്റ് ഒക്കെ അവിടെ ഡെവലപ്പ് ചെയ്യുന്നതും മോണ്ടിസോറി ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതുവഴി നമ്മളുടെ വേൾഡ് നല്ല രീതിയിലുള്ള പേഷ്യൻസും നല്ല ഹാർമണിയുള്ള നല്ല കോൺഫിഡൻസ് ഉള്ള നല്ല കോൺസെൻട്രേഷൻ പവറുള്ള കുട്ടികളെ വാർത്തെടുക്കാൻ പറ്റും എന്നായിരുന്നു ആരുടെ ഒബ്സർവേഷൻ, മരിയ മോണ്ടിസോറിയുടെ ഒബ്സർവേഷൻ. നമുക്ക് എന്നാ നമ്മുടെ ചാപ്റ്ററിലേക്ക് ഒന്ന് മൂവ് ആയാലോ? ഓക്കെ, നമ്മുടെ യൂണിറ്റിന്റെ പേര് മരിയ മോണ്ടിസോറി എന്നാണ്. ഡോക്ടർ മോണ്ടിസോറി, the founder of the Montessori method of education. മോണ്ടിസോറി ആണ് നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് ഓഫ് എഡ്യൂക്കേഷന്റെ ഫൗണ്ടർ ആയിട്ട് പറയുന്നത്. was an Italian physician and educator ആണ്. 1870 to 1952 കാലഘട്ടത്തിലാണ് മോണ്ടിസോറി ജീവിച്ചിരുന്നത്. ഡോക്ടർ മോണ്ടിസോറി involved educational philosophy
educational philosophy as the result of her observation how how the children naturally learn. കുട്ടികൾ നാച്ചുറൽ ആയിട്ട് എങ്ങനെ ലേൺ ചെയ്യുന്നു എന്നുള്ള ആ ഒരു കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് മോണ്ടിസോറി ഈ ഒരു മെത്തേഡ് എന്ത് ചെയ്തത് ഇംപ്ലിമെന്റ് ചെയ്തത്. In spirit of economic progress and technological advancement in the world, economical progress and technological advancement സംഭവിച്ചപ്പോൾ ഡോക്ടർ മോണ്ടിസോറി saw that human dispute and suffering instead of peace and harmony continuously plagued the modern world. അപ്പോൾ ഇങ്ങനെ എക്കണോമിക് പ്രോഗ്രസും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് ഒക്കെ വന്ന സമയത്ത് അതേപോലെ തന്നെ വരുന്നൊരു പ്രശ്നമാണ് ഹ്യൂമൻ ഡിസ്പ്യൂട്ടുകൾ. ചില വ്യക്തികൾ തമ്മിലുള്ള തർക്കങ്ങൾ, രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കങ്ങൾ, സഫറിങ് ഇൻസ്റ്റന്റ് ഓഫ് പീസും ഹാർമണിക്ക് പകരം അവിടെ ഒരുപാട് സഫറിങ്ങും ആണ് അനുഭവിച്ചിരുന്ന ആൾക്കാർ. ഇതെല്ലാം മോഡേൺ വേൾഡിനെ പിടി കൂടിയ സമയത്താണ് ഈ ഒരു പ്രശ്നം കണ്ടു. ആര് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്തു? മോണ്ടിസോറി എക്സ്പീരിയൻസ് ചെയ്തു. കാരണം ഷീ ബിലീവ്ഡ് ദാറ്റ് ടു വേൾഡ് വാർ which she lived through existing the social problem like cruelty, oppression and poverty had their root in lack of self-fulfillment of man. Okay, മോണ്ടിസോറി ഈ 2 വേൾഡ് വാറും ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ നമ്മുടെ ആ ഒരു കാലഘട്ടത്തില് അവര് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് 1 മിനിറ്റ് ഓക്കെ നോക്കാം. അപ്പോ നമ്മൾ എവിടെ വരെ പറഞ്ഞത്? മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഈ ഒരു വാറും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഡിസ്പ്യൂട്ട് ഒക്കെ വരാനുള്ള മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താണ്? മനുഷ്യർക്ക് സെൽഫ് ഫുൾഫിൽമെന്റ് അച്ചീവ് ചെയ്യാൻ പറ്റാത്തതാണ് എന്ന് ആര് മനസ്സിലാക്കി? മരിയ മോണ്ടിസോറി മനസ്സിലാക്കി. ത്രൂ എഡ്യൂക്കേറ്റിംഗ് എയിം she recommended that a new generation of fulfilled and well-balanced adult would be raised to lead the world towards peace. നമുക്ക് പീസ് അല്ലെങ്കിൽ സമാധാനത്തോടു കൂടി നമ്മുടെ വേൾഡ് ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല യങ് ആയിട്ടുള്ള ആൾക്കാർ, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് വേണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ വേൾഡ് പീസ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ട് ഒരു ന്യൂ ജനറേഷനെ വാർത്തെടുക്കണം, വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂ ജനറേഷനെ വാർത്തെടുക്കണം എന്നൊരു ഉത്തരവാദിത്വം ആർക്ക് ആ ഒരു എയിം ആയിരുന്നു ആർക്കുണ്ടായിരുന്നത്? നമ്മുടെ ഡോക്ടർ മരിയ മോണ്ടിസോറിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന കുട്ടികൾ 10th മുതൽ മിനിറ്റാ സോറി കേട്ടോ. അപ്പോ ഒരു ഞാൻ പറഞ്ഞ എന്താണ്, നമ്മളുടെ ഇപ്പോഴത്തെ നിങ്ങൾ കാണുന്ന യങ്ങർ ആയിട്ടുള്ള
കുട്ടികള് അവരെല്ലാവരും എന്താ പറയാ നല്ലൊരു പീസും നമ്മുടെ വേൾഡ് പീസും നല്ല ഷെയറിങ് ഹാബിറ്റ് ഒക്കെ ഉള്ള ആൾക്കാരാണോ? എന്നുവെച്ചാല് നമ്മളുടെ ഇപ്പോഴത്തെ യങ് ജനറേഷൻ എന്ന് പറയുന്നത് നല്ല ഒരു യങ് ജനറേഷൻ ആണോ? എല്ലാവരെയും അല്ലാത്ത എന്നാലും കുറച്ച് പേരെങ്കിലും ആ ഒരു പ്രശ്നത്തിലുണ്ട്. കാരണം ഈ ഒരു മാർച്ച് SSLC എക്സാമിനൊക്കെ മുമ്പായിട്ട് എക്സാം തുടങ്ങിയതിന് ശേഷം നമ്മളൊരു ന്യൂസ് കണ്ടത് ഓർമ്മയുണ്ടോ? ഒരു അത്യാവശ്യം വലിയൊരു ന്യൂസ് ആയിരുന്നു. ഒരു കുട്ടീനെ, ഒരു ആൺകുട്ടീനെ അവരുടെ അതേ ഏജിലുള്ള കുട്ടികളെല്ലാവരും കൂടി എന്ത് ചെയ്തു? മർദ്ദിച്ചു. എന്താ പറയാ, മർദ്ദിച്ചു കൊല്ലുകയാണ് ചെയ്തത്. അപ്പൊ എത്ര നീചമാണ് ഓരോ കുട്ടികളുടെയും മനസ്സ് എന്നുള്ളത്. അപ്പോ നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടല്ലേ? നിങ്ങൾക്ക് ഓരോ ടീച്ചേഴ്സിനും നമ്മളൊരു കോഴ്സ് ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൻ്റെതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. എന്താണ്? നമുക്ക് കിട്ടാൻ പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കുട്ടികളിൽ നല്ല പീസ് ആയിട്ടുള്ള നല്ലൊരു ക്വാളിറ്റീസ്, നല്ല ഗുഡ് ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ എല്ലാ കുട്ടികൾക്കും പറ്റണം. ഓരോരുത്തർക്കും അതിന് പറ്റണം. കാരണം നമ്മളുടെ ഇനി വരാൻ പോകുന്ന ജനറേഷനെങ്കിലും ആ ഒരു എന്താ പറയാ, ആ ഒരു പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് സേഫ് ആക്കി നിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കാണ്. മേ ബി ഈ കുട്ടികളിൽ ഒന്ന് ക്ഷണിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ആ ഒരു മോൻ ഇന്നും എന്താ പറയാ നല്ല സ്കൂളിൽ അഡ്മിഷനൊക്കെ എടുത്ത് +1 പഠിക്കേണ്ട കുട്ടിയാണ് അല്ലെ? അതേപോലെ ആ ഒരു ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന മക്കൾക്കും ആ ഒരു പ്രശ്നം, ആ സമയത്ത് തോന്നിയ ഫ്രസ്ട്രേഷൻ എന്തോ കാരണമാണ് അവരങ്ങനെ ചെയ്തത്. അവരും നല്ല രീതിയിൽ ജീവിക്കുന്നതാണ്. രണ്ട് പേരുടെയും ലൈഫ്, രണ്ട് ആൾക്കാരുടെയും ലൈഫ് അത് വളരെയധികം അഫക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോ എന്താ പറഞ്ഞേ? ഓക്കെ, നമുക്ക് ഇനി വേണ്ടത് നല്ല വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ജനറേഷനാണ്. അത് നമ്മൾ മോണ്ടിസോറി മെത്തേഡ് ഫോളോ ചെയ്യുന്ന ഓരോ ടീച്ചേഴ്സിന്റെയും ഉത്തരവാദിത്തമാണ് നമ്മളുടെ കുട്ടികളെ നല്ല രീതിയിൽ വാർത്തെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ മക്കൾക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റി അത്ര സേഫ് ഒന്നല്ല അല്ലെ? നമുക്ക് തന്നെ പേടിയാക്കി, പിന്നെ അടുത്തൊരു വീട്ടിലൊന്ന് കളിക്കാൻ വിടാനായിട്ട്, അല്ലെങ്കിൽ ഒന്ന് പുറത്തൊന്ന് കുറച്ചു നേരം നിർത്താനായിട്ട് സൊസൈറ്റി അത്ര സേഫ് ഒന്നല്ല. അപ്പൊ നമുക്ക് ആ ഒരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാവരും നല്ല രീതിയിൽ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോ when she was working as a medical practitioner, മോണ്ടിസോറി മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു ഇൻസിഡന്റ് ആണ്. കാരണം ആ ഒരു ഏജില്, ആ ഒരു പീരീഡില് എന്താ പറയാ, മെഡിക്കൽ മേഖലയിലേക്ക് വരുന്നത് സ്ത്രീകൾ വളരെ അപൂർവമായിരുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു ഫീൽഡിലേക്ക് ആര് വരുന്നത്? ഡോക്ടർ മരിയ മോണ്ടിസോറി വരുന്നത്. അപ്പോ മോണ്ടിസോറി ഒരുപാട് റിജക്ഷൻസും കാര്യങ്ങളും ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ആ സമയത്ത് ഒരുപാട് നമുക്കറിയാലോ, മെഡിക്കലില് അനോട്ടമി കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. അപ്പോ ആംബുലൻസിലേക്ക് ഒരുപാട് കളിയാക്കലും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്തിട്ടാണ് ആളെന്ത് ചെയ്തത്? ഈ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതും മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്തത്. ആ സമയത്ത് മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്രെഡിബിൾ മൈൻഡഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. മെന്റലി റിറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പോ ശരിക്കും പറഞ്ഞാല് ഈ മെന്റൽ ബ്രേക്ക് ഡൗണിന്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഡൾനെസ് ഓഫ് സെൻസ് ആണ്. അവർക്കൊരു കാര്യവും സെൻസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ മരിയ മോണ്ടിസോറി എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻസ് എങ്ങനെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യാൻ പറ്റും, അവർക്ക് എങ്ങനെയാണ് നല്ല രീതിയിൽ സെൻസ് ഓർഗൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെ ട്രെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ട്രെയിനിങ് കൊടുക്കാൻ തുടങ്ങി. അതിന് വേണ്ടിയിട്ട് മോണ്ടിസോറി ഇംപ്ലിമെന്റ് ചെയ്ത് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് സെൻസ് എങ്ങനെ ട്രെയിൻ ചെയ്യാം. ഒട്ടും ലേൺ ചെയ്യാനായിട്ട് പറ്റാത്ത കുട്ടികളാണ് മെന്റലി റിറ്റെയിൻഡ് ആയിട്ടുള്ള കുട്ടികൾ. ഈ സെൻസ് ഒക്കെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് അവർ ട്രെയിൻ ചെയ്തു. അപ്പൊ അവരിൽ ഒരുപാട് മാറ്റങ്ങൾ മോണ്ടിസോറിക്ക് ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി. ലേറ്റർ പിന്നീട് എന്ത് ചെയ്തു? ഈ ഒരു മെത്തേഡ് നോർമൽ കുട്ടികളിൽ അത് എങ്ങനെ എഫക്ട് ചെയ്യും എന്ന് തോന്നി. ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി. നോർമൽ ആയിട്ടുള്ള കുട്ടികളിൽ എങ്ങനെയാണ് ഈ ഒരു മെത്തേഡിൽ വരുന്ന മാറ്റങ്ങൾ എന്ന് നോക്കിയപ്പോൾ അതിലൊരു എന്താ പറയാ, വാസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കരമായിട്ട് ചേഞ്ചസ് നോർമൽ കുട്ടികളിലും ഈ ഒരു മെത്തേഡിനെ കൊണ്ടുവരാനായിട്ട് പറ്റി. അങ്ങനെയാണ് നമ്മൾ ഇനി കാണുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ മെത്തേഡ് അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡിന്റെ എന്താണ് ബിഗിനിങ്, ഫൗണ്ടിങ് എന്ന് പറയാം.
പിന്നീടാണ് ഈ ഒരു മെത്തേഡ് ഇംപ്ലിമെന്റ് ചെയ്തപ്പോ മോണ്ടിസോറി മെത്തേഡ് നടന്നില്ല. എന്നാലും ആ ഒരു മോണ്ടിസോറി മെത്തേഡ് അതെ മോണ്ടിസോറിയുടെ കാലശേഷം ഈ ഒരു മെത്തേഡ് നമ്മൾ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നു. ഓക്കെ, ഇനി ഞാൻ ഈ ഒരു പോർഷന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മരിയ മോണ്ടിസോറിയുടെ ഈ ഒരു ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സെമിനാർ തരുന്നുണ്ട്. ഓക്കെ, സെമിനാർ ഒരു അസൈൻമെന്റ് പോലെ തരാം അല്ലെ? അല്ലെങ്കിൽ ആരെങ്കിലും ആരും തന്നിട്ടില്ല മരിയ മോണ്ടിസോറിനെ കുറിച്ചിട്ട് സെമിനാർ? ഇല്ല മാം, തന്നിട്ടില്ല. അപ്പൊ ഒരു അസൈൻമെന്റ് ആണ്, ഞാനത് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. പക്ഷെ അത് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യണം. ക്ലാസ്സിൽ എന്ത് ചെയ്യണം? പ്രസന്റ് ചെയ്യണം. ഓക്കെ, ആരൊക്കെ പ്രസന്റ് ചെയ്യും? ഒരു 5 പേര് വേണം. ഓക്കെ, അജിത. എടാ അതില്ലേ നല്ല രീതിയിൽ സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. മരിയ മോണ്ടിസോറിനെ കുറിച്ച് സെർച്ച് ചെയ്ത് മലയാളത്തിലായാലും പ്രസന്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അജിത ആരാണ്? എടുക്കാൻ പറ്റുന്നവരാണേ. മോന്റെ പേരെന്താണ്? ഫാത്തിമ. ഫാത്തിമയോ? ഫാത്തിമ കേട്ടോ. നെക്സ്റ്റ് ഞാൻ ചെയ്യാം മിസ്. ആതിരാക്കി. ആതിര. ഓക്കെ, ആതിര. ഓക്കെ, ഇത്രയും പേരുള്ളൂ. മിസ് ഞാൻ ചെയ്യാം. രശ്മി. ഓരോരുത്തരും അവരുടേതായ പ്രസന്റേഷൻ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എത്ര നല്ല രീതിയിൽ എടുക്കാൻ പറ്റും അത്രയും നല്ല രീതിയിൽ എടുക്കാം കേട്ടോ. ഓക്കെ, ഞാൻ ചെയ്യാം. ഷെഫീന. ഷെഫീന. ഓക്കെ ഓക്കെ. അപ്പോ ഞാൻ ഇവിടെ വെച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഈ ഒരു ചാപ്റ്ററിനെ കുറിച്ച് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഞാൻ ഇവിടെ വെച്ച് ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാണ്. ദെൻ നിങ്ങൾ നല്ല രീതിയിൽ എക്സാം എഴുതാം. ഇനി എക്സാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. അപ്പൊ നന്നായിട്ട് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുക. ക്വസ്റ്റ്യൻസ് ഒക്കെ നല്ല രീതിയിൽ വായിക്കുക. ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി. കാരണം ടൈം എക്സാം ആയതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. നിങ്ങളത് ഒരു കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അതേപോലെ ടൈം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. നിങ്ങൾക്കറിയാലോ MCQ ടൈപ്പാണ് ക്വസ്റ്റ്യൻ. 4 ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് തന്നെ ക്ലിക്ക് ചെയ്യാൻ നോക്കാം. പിന്നെ കറക്റ്റ് ഫ്രോഡ് ഒന്നും കാണിക്കരുത്. നെറ്റ് കണക്ഷൻ നല്ല നെറ്റ് കണക്ഷൻ ഉള്ള സ്ഥലത്ത് തന്നെ ഇരുന്ന് എക്സാം എഴുതാനായിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ബെസ്റ്റ് വിഷസ് കേട്ടോ. മിസ് ഈ അസൈൻമെന്റ് നെക്സ്റ്റ് വീക്കിലേക്ക് ചെയ്യേണ്ടതാണോ? അസൈൻമെന്റ് ബുക്കിൽ ചെയ്യണ്ടേ കേട്ടോ. ഓക്കെ, അപ്പോ താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു. Thank you. താങ്ക് യു.